also click the notification bell so you never miss a video. ഇന്ന് ഞാനൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനതിന് ഇവിടെ എടുത്തേക്കുന്ന ഒരു 3/4 കിലോ മട്ടനും 3 കപ്പ് റൈസുമാണ് കേട്ടോ. നമ്മൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കുതുക്കാൻ വെക്കും. ആദ്യം നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തേക്കുക. ഇതിപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇത് നമുക്കിപ്പോൾ ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിൽ അധികം നേരം ഇട്ടേക്കരുത്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്ന സവാളയും ഞാൻ അപ്പുറത്തെ അടുപ്പയിൽ വറുത്ത് കോരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ അടുപ്പയിൽ ഇനി നമുക്ക് അരി വേവിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടാവുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഒരു കഷ്ണം തക്കോലം ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഈ കപ്പിന് 3 കപ്പ് ബാസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഞാൻ ഈ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 കപ്പ് ബാസ്മതി റൈസിന് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഞാനൊരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രാമ്പൂവും ഏലക്കയും പട്ടയും തക്കോലും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ 5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ചോറിന് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഈ അരിയാണെങ്കിൽ ഞാൻ ഒരു 20 മിനിറ്റ് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിർത്ത് പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടിയിൽ വല്ലതും പിടിക്കുന്നുണ്ടോ എന്ന്. ഇനിയിപ്പം വെള്ളം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ വേണ്ടി വരത്തില്ല, മിക്കവാറും ഇതിൽ തന്നെ വെന്ത് കിട്ടും. ഇതിപ്പം വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. ഒരു 3/4 ടീസ്പൂൺ ഷാ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, ഒരു 10 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പൂ, തക്കോലത്തിൻ്റെ 2 ഇതള്, പിന്നെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 കഷ്ണം പട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് മട്ടൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ മട്ടൻ എടുത്തേക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ ചതച്ചതൂടെ ചേർത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. ഇനി അടുത്ത നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസ് അരച്ചതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ അരയാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം. അടുത്ത ഇതിനകത്തോട്ട് ഒരു പിടി മിൻറ്റ് ലീവ്സും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ മട്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ.
ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ കേൾപ്പിക്കാം. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് കിട്ടുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ എത്ര വിസിൽ അടുപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു 4 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ഗ്രേവി ഉണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. പക്ഷേ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഗ്രേവി മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കണം. ഞാൻ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി എല്ലാം കൂടെ ആദ്യം ഇടും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ കുറച്ച് ഇതിൻ്റെ പുറത്തിടും, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി നമ്മളൊരു അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ച് അതിനുശേഷം ഒരു അടപ്പും കൂടെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അടച്ചിട്ട് നമ്മളിത് ഒരു 7-8 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കും. ദം ചെയ്യാനായിട്ട് ഞാനൊരു പഴയ ദോശക്കല്ല് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നല്ലതായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബിരിയാണിയുടെ പോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതിന് മേളിൽ വെച്ചതിന് ശേഷം തീ ഒരു സിമ്മിലിട്ടിട്ട് ഒരു 7 അല്ലെങ്കിൽ 8 മിനിറ്റ് നേരം അങ്ങനെ സിമ്മിലിടുക. ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ, കാരണം നമ്മൾ ദോശക്കല്ലിൻ്റെ മേളിലാണല്ലോ വെച്ചേക്കുന്നത്, അതുകൊണ്ട് അടിയിൽ പിടിക്കത്തില്ല. അത് 8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടിട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് തുറന്നതിന് ശേഷം മിക്സ് ചെയ്ത് ആദ്യം ഈ ചോറെല്ലാം വേറെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇറച്ചി വേറെ എടുത്ത് വെച്ചിട്ട് മട്ടൻ അതിൻ്റെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് വെച്ച് അതിൻ്റെ മേളിൽ ഇച്ചിരി ചോറൂടെ ഇട്ട് അങ്ങനെയും എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Let's go test it out the backyard. I think so that the red ones look like Qatar Airways. Qatar Airways is look like purple, and we made the Qatar Airways airplane. Qatar Airways.